ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ വർഷങ്ങളായിട്ട് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ഗ്രാമർ പഠിക്കണം, 5000-2000 വേർഡ്സുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷ് എൻ്റെ ഡിഫറെൻ്റ് ആണ് എന്നുള്ള തോട്ടുകളുള്ളതുകൊണ്ട് അതിനെയാണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയേണ്ടത്. എൻ്റെ കോഴ്സ് 25 ദിവസത്തെ ഫുൾ ഡേ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് 90 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഞാൻ പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് 90 ദിവസം ഫ്ലുവൻ്റ് ആയില്ലെങ്കിൽ ഇവർ അടയ്ക്കുന്ന കംപ്ലീറ്റ് പേയ്മെൻറ്റും ഞാൻ റീഫണ്ട് ചെയ്യാൻ തയ്യാറാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഫ്ലുവൻ്റ് ആവാൻ പറ്റും. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന വ്യക്തി കഴിഞ്ഞ 18 വർഷമായിട്ട് 30,000-ലധികം പേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പ്രാപ്തനാക്കിയ ഒരു വ്യക്തിത്വമാണ്. വെസ്റ്റേൺ സ്പീക്കർ എന്ന സ്ഥാപനത്തിൻ്റെ സാരഥിയായിട്ടുള്ള രമേഷ് കെ വി. ഹായ് സർ. താങ്ക് യു. എനിക്കിതിൽ വെസ്റ്റേൺ സ്പീക്കറിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 ദിവസം കൊണ്ടിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലുവൻ്റായിട്ട് സംസാരിപ്പിക്കാൻ പ്രാപ്തനാക്കുന്നു എന്നതാണ്. ശരിക്കും അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ശരിക്കും 25 ദിവസത്തിനുള്ളൊരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷ ഒരിക്കലും പഠിച്ചു തീരത്തില്ല. ഒരിക്കലും പഠിച്ചു തീരാത്തൊരു ഭാഷയാണ് എല്ലാ ഭാഷയും. ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ള എബിലിറ്റി 25 ദിവസത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പം ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുന്ന ഭാഷ എടുത്താൽ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ പരസ്പരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വൊക്കാബുലറി സെഷനുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പ്രസൻറ്റേഷൻ, ഇപ്പോൾ വേദിയിൽ നിന്ന് ഒരു മാസ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന ലാംഗ്വേജും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ടും പേഴ്സണലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി 25 ഡേയ്സിനുള്ളിൽ ഉണ്ടാവുമെന്ന് പറയുന്നത്. 100% വേർഡ്സുകൾ വായിക്കാൻ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഇംഗ്ലീഷ് മലയാളം പറയുന്നത് പോലെ തന്നെ പറയാൻ പറ്റും, ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അതിന് നമ്മൾ 25 ദിവസം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാലത്ത് 9:30 സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് 5 o'clock വരെ ക്ലാസ് വരുന്നത്. ഇതിൽ 1 to 2 o'clock ബ്രേക്ക് വരുന്നത്. ബാക്കിയുള്ള സമയം മുഴുവൻ ഇതിൽ 10 മിനിറ്റേ ഒരു കാര്യം പഠിക്കേണ്ടതുള്ളൂ. ഒരു കാര്യം പഠിക്കാനും മനസ്സിലാക്കാനും 10 മിനിറ്റാണ്, അല്ലെങ്കിൽ അരമണിക്കൂർ കൊടുക്കാം നമുക്ക്. ബാക്കി പ്രാക്ടീസാണ്. ഇവിടെ എന്താണ് ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? പ്രാക്ടീസാണ്. ലാംഗ്വേജ് എഴുതാൻ അറിയില്ലെങ്കിലും വായിക്കാൻ അറിയില്ലെങ്കിലും ഏത് വ്യക്തികൾക്കും സംസാരിക്കാൻ കഴിയും. ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ വർഷങ്ങളായിട്ട് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ഗ്രാമർ പഠിക്കണം, 5000-2000 വേർഡ്സുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷ് എൻ്റെ ഡിഫറെൻ്റ് ആണ് എന്നുള്ള തോട്ടുകളുള്ളതുകൊണ്ട് അതിനെയാണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 25 ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ തോട്ടുകളെല്ലാം ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും എൻ്റെ കോഴ്സിലൂടെ ബോധ്യമാവും. കാരണം ഈ കോഴ്സിൻ്റെ 90% ക്ലാസ്സുകൾ എടുക്കുന്നത് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ 25 ദിവസത്തിനുള്ളിൽ സംസാരിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് പേയ്മെൻറ്റും റീഫണ്ട് ചെയ്യാമെന്ന് പറയേണ്ട കാരണം റീഫണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ശരി, തീർച്ചയായിട്ടും. കാരണം എൻ്റെ കോഴ്സ് 25 ദിവസത്തെ ഫുൾ ഡേ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് 90 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഞാൻ പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് 90 ദിവസം ഫ്ലുവൻ്റ് ആയില്ലെങ്കിൽ ഇവർ അടയ്ക്കുന്ന കംപ്ലീറ്റ് പേയ്മെൻറ്റും ഞാൻ റീഫണ്ട് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഞാൻ വെസ്റ്റേൺ സ്പീക്കറിൻ്റെ യൂട്യൂബ് ചാനൽ കാണാനിടയായി. അപ്പോൾ അതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡ്സ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഞാൻ കണ്ടപ്പോൾ എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര ഒരു കൊള്ളാം നല്ല രീതിയിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷൻ നോക്കി. അപ്പോൾ അതിൽ പലരും പറയുന്ന കമൻറ്റുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഞാൻ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ സാറ് പഠിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതി ഈ നേരത്തെ ആരെങ്കിലും പഠിപ്പിച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ കൊണ്ട് ഈ പറഞ്ഞ സിനിമയിലൊക്കെ ഞാൻ ചെറുവറാന്ന് ഇംഗ്ലീഷ് പറഞ്ഞത് ആ രീതിയിൽ. പക്ഷേ എനിക്കതാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ആ ഒരു മെത്തേഡ് എങ്ങനെ ശരിക്കും ഡെവലപ്പ് ചെയ്തത്? ശരിക്കും ഞാൻ യൂട്യൂബ് ചാനലിൽ ഇൻവോൾവ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് പൈസയില്ലാതെ പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ബേസിക് ഇൻഫർമേഷനാണ് ഞാനതിൽ പാസ് ചെയ്യുന്നത്. കാരണം ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകളെ അവർക്കൊരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. അപ്പോൾ ശരിക്കും ഞാൻ ഒന്നും അറിയാൻ പാടില്ലാതിരുന്ന, അപ്പോൾ ഞാൻ പഠിച്ച ശൈലിയാണ് ശരിക്കും അതിൽ കൊടുക്കുന്നത്. കാരണം ഏത് സാധാരണക്കാർക്കും വേർഡ്സുകൾ വായിക്കാൻ മാത്രം അറിയുന്ന ആളുകൾക്ക്
ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. കാരണം നമ്മുടെ മുൻപിൽ വരുന്ന ആളുകൾ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിരിക്കും, ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. പക്ഷെ നമ്മുടെ സിസ്റ്റം ഏതൊരു വ്യക്തി എടുത്താലും അയാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ ഒരു 3-4 ക്ലാസ് നമ്മൾ സ്പെഷ്യൽ കൊടുത്താൽ അയാൾക്കത് ഫോളോ ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് അതിനുവേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കണം. എൻ്റെ ഞാനിപ്പോൾ ഏകദേശം 9 സിസ്റ്റത്തോളം ഒരാളെ പഠിപ്പിക്കാനായിട്ട്, അതായത് ഞാൻ ഇപ്പോൾ തുടങ്ങിയ കാലം മുതൽ ഓരോ സിസ്റ്റമാണ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി കുറച്ചും കൂടി കൂടുതലായിട്ട് കുറച്ചും കൂടി പവർഫുള്ളായിട്ട് എങ്ങനെ എളുപ്പമാക്കാം അങ്ങനെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം ഏത് വ്യക്തിക്കും ഫ്ലുവൻ്റ് ആവാൻ പറ്റാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇംഗ്ലീഷ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഉറപ്പ് പറയാം, ഞാൻ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഫെയിൽ ആവില്ല എന്ന്. അത് 100% ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും. ഒരു കാരണവശാലും അയാൾ നിരാശ ഉണ്ടാവില്ല. പഠിക്കുന്ന സമയത്ത് ചിലത് കിട്ടൂല നമുക്ക്, അതിനാണ് ടീച്ചർ ഉള്ളത്. എത്ര ടൈം വരെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത്. ഒട്ടും അറിയാൻ പാടാത്ത ആളുകൾ പോലും എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണെന്ന്. എനിക്കൊരു ദിവസം ഒരു 5-6 കോളുകളെങ്കിലും ആ യൂട്യൂബ് ചാനലിൽ തന്നെ ബേസ് ചെയ്ത് കിട്ടുന്നുണ്ട്. എനിക്കറിയാം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു റിച്ച് ലാംഗ്വേജ് ആണ്, ജീവിതം മാറ്റുന്ന ലാംഗ്വേജ് ആണ്. പലരും പറയും ഇംഗ്ലീഷ് ഭാഷ ഒരു ഭാഷയാണെന്ന്. അങ്ങനെയല്ല, നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള എല്ലാ ശക്തിയും ആ ലാംഗ്വേജിലുണ്ട്. ശരിക്കും അത് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നമ്മളൊരു ഫ്രീ ഓഫ് ഈ കോസ്റ്റിലാണ് നമ്മളത് കൊടുക്കുന്നത്. യൂട്യൂബ് ചാനൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും പഠിപ്പിക്കില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും. ഇതൊന്നും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ഇപ്പം നമുക്ക് കേരളത്തിൽ ഒത്തിരി മലയാളികൾ യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ മാത്രം. പക്ഷെ അവർ സിസ്റ്റം പഠിപ്പിക്കുന്നില്ല, അവരൊരു സെൻറ്റൻസ് ആണ് പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു സെൻറ്റൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, ആ സെൻറ്റൻസിൽ വരുന്ന സബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്തായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 8-9 വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. ഇനി വരുന്ന എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 500 വീഡിയോ എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ സംസാരിക്കണമെങ്കിൽ ഒരു ഗുരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവശ്യമാണ്, ഒരു കമ്പാനിയൻ ആവശ്യമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഒരു 2-3 ഘടകങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഒന്ന് കോൺഫിഡൻസ് ആണ്, നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. അതെ, അതൊരു ഈ ഒരു 2 ഘടകങ്ങളാണ് എനിക്കിവിടെ ഒരു മെയിനായിട്ടൊരു ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്ത് ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിരുന്നത് എഴുതാനും വായിക്കാനും വേണ്ടി മാത്രമാണ്. നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത്, സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ പാട്ട് പാടുന്നത് പോലെ ഒരു പാട്ട് പാടണം. അപ്പോൾ ഒരു പെർഫോമൻസ്, ഒരു പ്രോഗ്രാമിൽ പെർഫോം ചെയ്യണം, ഒരു പാട്ട് പാടണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വന്തമായിട്ട് പാട്ട് ഉണ്ടാക്കുകയൊന്നുമല്ല ചെയ്യണത്. ഏതെങ്കിലും ജാനകിയമ്മയുടെയോ യേശുദാസിൻ്റെയോ ഒരു പാട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഇത് തന്നെയുള്ളൂ ഇംഗ്ലീഷ്. ഇത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ആർക്കും ഫ്ലുവൻ്റ് ആവാം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെക്സിബിലിറ്റി വരുത്തി. ഇതിലെന്താ ബേസിക് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞാണ് പഠിച്ചത്. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നവരെ നമ്മൾ മനസ്സിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ അതേപോലെ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഫ്ലുവൻ്റ് ആവാൻ പറ്റും. വെറും 2 മാസം മതി ശരിക്കും.